അമ്മ എപ്പോഴും യാത്ര ചെയ്യുന്നത് വേതാളിയുടെ തോളിലേറിയാണ്. അതേ സങ്കല്പത്തിൽ തന്നെ കൂട്ടത്തിലെ മുതിർന്ന വാത്തി അമ്മയെ തോളിലേറ്റുന്നു. കളങ്കാവൽ കഴിയുന്നതോടെ അമ്മ തങ്കത്തിരുമുടിയിൽ മാത്രമാകുന്നു എന്ന് സാരം. തങ്കത്തിരുമുടി വേതാളിയുടെ തോളിൽ കയറി നേരെ ബ്രഹ്മസ്ഥാനത്തേക്ക്. വേതാളിയെക്കുറിച്ച് പറയാനുണ്ട്, അതൊക്കെ വഴിയേ പറയാം. ഇതേ സമയം തന്നെ അമ്മയിൽ നിന്നും വേർപിരിഞ്ഞ വാത്തിയെ മറ്റു സഹവാത്തിമാർ ബ്രഹ്മസ്ഥാനത്തിനും കിഴക്ക് ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. ഓരോ കളങ്കാവലിന് ശേഷവും അമ്മ ഈ ബ്രഹ്മസ്ഥാനത്തിരുന്ന് പടിഞ്ഞാറ് കായിക്കരത്തേക്കത് നോക്കി വിശ്രമിക്കുന്നു. ഒപ്പം ഭക്തജനങ്ങൾക്ക് തൊട്ടടുത്ത് ദർശനം നൽകി അവരെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ഭക്തജന മധ്യത്തിലെ അമ്മയുടെ തിരുവിളയാടലിന് ഇവിടെ താൽക്കാലികമായി വിരാമമാകുന്നു.